എന്ത് പണിയാ നീ കാണിച്ചേ? അത് പിന്നെ നീ പിടിക്കുന്ന ഞാൻ ഓർത്തു നാശിപ്പിച്ചു. എവിടുന്നാന്നോ ഉണ്ടായിരിക്കും. പുള്ളി വരുമ്പോ എന്തു പറയും? എന്നാന്നാ കാണിക്കും. നശിപ്പിച്ചു അല്ലേ? അത് പിന്നെ ചേട്ടാ അവൻ നല്ലതാ. മതി നിർത്ത്, നമുക്ക് വേറെ വാങ്ങാം. നീ പോയിട്ട് വാ. വാടാ. എടാ ടൗണിൽ ചെക്കിംഗ് ഉണ്ട്, ഹെൽമെറ്റ് എടുത്തോണം. പെണ്ണിന്റെ അമ്മാവനാണ് ഇഷ്ടപ്പെടാത്തത്. അങ്ങേർക്ക് എന്താ പണി? അങ്ങേരെ കവലക്ക് ഒരു മുറുക്കാൻ നടത്താൻ മതി. പക്ഷെ പത്രാസ് കണ്ട ഏതോ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന മുതലാളിനെ പോലെയാ. പെണ്ണിനും അപ്പനും അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് പ്രശ്നം. അവര് പിന്നെ വിളിച്ചോ? എന്താ അവരുടെ തീരുമാനം? ഇല്ല ചേച്ചി, ഇതുപോലെ അമ്മമാരുണ്ടെങ്കിൽ നടന്നു തന്നെ. എനിക്കാണെ പെണ്ണിന് ഇഷ്ടപ്പെട്ടതായിരുന്നു, അവർക്കാണെന്ന് തോന്നണം. ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ അകത്തേച്ചില്ല കേട്ടോ. എന്താടാ? ചുമ്മാ കല്യാണക്കാരും പറഞ്ഞ. ഓ, കേറുവാ, നമുക്ക് അകത്തിരിക്കാം. ഇരിക്കടാ. ഈ ചെറുക്കൻ എല്ലാം നശിപ്പിക്കും. അപ്പോ ചേട്ടാ ചേട്ടാ എല്ലാം ഒക്കെ ചേട്ടാ, അവൻ ഫോൺ മുഴുവൻ കളയും. ചുമ്മാ ഗെയിം കളിക്കാനാ. പിള്ളേരല്ലേ ഏട്ടാ, കളിക്കട്ടെ. നല്ല വിശപ്പ്. മഞ്ജു, ചോറ് കൊണ്ടുവാ. ഇച്ചിരി ചോറ് കഴിക്കാം. വേണ്ട ഏട്ടാ. ഇച്ചിരി കഴിക്കാടാ. വേണ്ടാന്നേ. എടാ, ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നെങ്കിലേ ഒരു അടുക്കും ചിട്ടും ഉണ്ടാവുള്ളൂ. ഇവള് വന്നേ പിന്നെയാ എൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടായത്. ഇന്ന് മീൻ വന്നില്ലേടി? വന്നില്ല. മതി മതി മതി. പപ്പടം ഇല്ലേ? പപ്പടം എടുത്തേ. മോരൊക്കെ പിന്നെ മതി. ഒന്ന് വിളിച്ചു നോക്കടാ. കൊള്ളാം, ഇന്നും ഇത് തന്നെ പരിപാടി. ഒരു ദിവസമെങ്കിലും. ഇല്ലടി, ഒരു ചെറുത്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ? ഞാൻ പറഞ്ഞില്ലേ, 60 മില്ലി, ഒരു ചെറുത്. $60 മില്ലി. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്റെ ഒരു ഗതികേട്. അതെങ്ങനെയാ? കമ്പനി കൂടെ കുറെ പിള്ളേരുണ്ട്. ചേട്ടാ, ചേച്ചി ഉറക്കണം. സാരമില്ലടാ. മഞ്ജു, 4 ഗ്ലാസ് എടുത്തേ. വളരെ ഒരു കാര്യം ചെയ്യേ, ആദ്യം പുറത്ത് ബാറെന്നൊരു ബോർഡ് വെക്കേ, എന്നിട്ട് ഞാൻ വിളമ്പാം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. പണിയാവോ? ഇല്ലടാ. ചേച്ചിയേ, ഇച്ചിരി അച്ചാറ്. ഇതെന്നാ ബാറോ? നിനക്ക് എത്ര വയസ്സായിടാ? സ്വയം നശിക്കുന്ന പോരാഞ്ഞിട്ടാണോ ഈ പിള്ളേരെ കൂടി നശിപ്പിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. ചുമ്മാ ആൾക്കാർ സ്വസ്ഥത കളയാനായിട്ട്. നിങ്ങൾക്കാണോ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? സ്വസ്ഥത നഷ്ടപ്പെട്ട മുഴുവൻ എനിക്കല്ലേ? ഓ പിന്നെ. ബാറ് പൂട്ടി അന്ന് മുതൽ തുടങ്ങിയതാ വീട്ടിൽ വെച്ചുള്ള ഈ കുടി. ഇപ്പൊ വീട് ബാറായി. ബാർ ഉണ്ടായിരുന്നായിരുന്നു ഇതിന് ഭേദം. വീട്ടിലുള്ളവർക്കെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഇനി ഈ വീട്ടിൽ ഈ പരിപാടി പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നീ ആരടി അത് പറയാൻ? ഈ വീട്ടിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്കൊന്നും നാണമില്ലടാ വേറൊരു വീട്ടിൽ പോയിരുന്ന് കള്ളു കുടിക്കാൻ. എടീ, ഇരിക്കടാ.
ചേട്ടാ തീപ്പെട്ടി. മോനെ ആ ലാമ്പ് ഇങ്ങെടുത്തടാ, ചേട്ടന് കൊടുക്ക. ചേച്ചി പറഞ്ഞത് ശരിയാടാ. ഈ ബാറ് കൂട്ടിയ പിന്നെ നമുക്ക് 8ന്റെ പണിയാ കിട്ടിയത്. നേരടായി ഒടുക്കത്തെ ക്യൂ. എൻ്റെ പൊന്നു പൊയ്യുമേ പറയാനേ വയ്യ. നമുക്ക് വല്ല വാറ്റി കുടിച്ചാലോ? ഇനി ആ കൊച്ചിനെ കൂടി ഓരോന്ന് പഠിപ്പിക്ക്, എന്നിട്ട് വേണം അത് നിങ്ങളുടെ ബാക്കിയാവാൻ. പിന്നെ നീ പറഞ്ഞാൽ ഉടനെ ഇവനങ്ങ് നശിച്ചു പോവല്ലേ. ഇവനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. ഇവൻ മിടുക്കനായി വരും. ഇവൻ എൻ്റെ മോനാ. കണ്ടറിയണം. മകൻ അപ്പനേക്കാൾ വലിയ കുടിയാനാവാതിരുന്നാൽ എൻ്റെ ഭാഗ്യം. തന്തമാരെ കണ്ടല്ലേ മക്കൾ പഠിക്കണേ. നീ ഒന്ന് പോടി. ചേട്ടാ ഫോൺ. ഹലോ. വരുവാന്നേ. ചേട്ടാ പോവാ, വീട്ടിൽ നിന്ന് വിളിച്ചു. പോവാണോ? എൻ്റെ ഇവനല്ലേ ഇങ്ങോട്ട്. ഇത് എവിടെ ഇത്? അല്ല വണ്ടിയാണോ? വീടാണ് ഓരോ മനുഷ്യൻ്റെയും ആദ്യ വിദ്യാലയം. അവിടെ നിന്നാണ് നല്ലതും ചീത്തയും ആദ്യം ഒരാൾ കാണുന്നതും കേൾക്കുന്നതും ശീലമാക്കുന്നതും. അതൊരു പക്ഷേ നമ്മുടെ മരണം വരെയും പിന്തുടരാം. നമ്മളെ പിന്തുടരുന്ന ശീലങ്ങൾ നല്ലത് മാത്രമാകട്ടെ.